മറ്റവതാരങ്ങളൊക്കെ ഇഷ്ടപ്പെടാത്തവരുണ്ടാവാം, പക്ഷേ കൃഷ്ണാവതാരം ഇഷ്ടപ്പെടാത്ത ഒരു കൂട്ടരും ഇല്ല. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വൃദ്ധന്മാർക്കും ചെറുപ്പക്കാർക്കും ചെറിയ കുട്ടികൾക്കും എല്ലാവർക്കും ആബാലവൃദ്ധം ജനങ്ങൾക്കും കൃഷ്ണനിഷ്ട. എന്താ കാരണം? കർഷയതി, പിടിച്ചു വലിക്കുന്നവൻ. അതാ പേരെന്നെ, പിടിച്ചു വലിക്കുകയാണ് എല്ലാവരെയും. അതാണ് നിരോധം എന്ന ലക്ഷണത്തോടു കൂടിയ ഈ ദശമസ്കന്ധം. മറ്റു വിഷയങ്ങളിലേക്ക് മനസ്സ് പോകുന്നതിനെ നിരോധിച്ച് ഭഗവാനിലേക്ക് ചേർക്കുക. അതാണ് 90 അധ്യായങ്ങൾ. എത്ര അധ്യായങ്ങളാണ്? ഭഗവാന്റെ പല പല ചിത്രങ്ങളാണ് ഓരോ അധ്യായങ്ങളിൽ. ഏതെങ്കിലും ഒരു ചിത്രം മനസ്സിൽ ഉറപ്പിക്കൂ, മറ്റു വിഷയങ്ങളിലേക്ക് മനസ്സ് പോവാതിരിക്കൂ, ഇത് തന്നെ ചിന്തിക്കൂ. അത് കാണിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ പരീക്ഷിച്ച് ചോദിക്കുകയാണ്, അത് കേൾക്കാൻ ഞാൻ യോഗ്യനല്ലേ? പിതാമഹാമേ സമരേ മരഞ്ജയൈഹി, എൻ്റെ മുത്തശ്ശന്മാരാ മഹാഭാരത യുദ്ധത്തിൽ ജയിക്കാൻ കാരണക്കാരൻ ഈ ഭഗവാനല്ലേ? ഈ ഭഗവാൻ ഡ്രൈവറായിട്ട് നിന്നതുകൊണ്ടാണ്, പാർത്ഥസാരഥിയായിട്ട് ഈ ഭഗവാൻ ഉള്ളതുകൊണ്ടാണ് എൻ്റെ പൂർവികർ ജയിച്ചത്. ഇനി അവരെ കാര്യം പോട്ടെ, എൻ്റെ കാര്യം നോക്കൂ. ആ അമ്മയുടെ ഗർഭത്തിൽ വെച്ച് മരിച്ചു പോകേണ്ടതല്ലേ ഞാൻ? എന്നെ രക്ഷിതാര ഈ ഭഗവാനല്ലേ? അതുകൊണ്ട് ആ ഭഗവാന്റെ കഥ കേൾക്കാൻ ഞാൻ അർഹനല്ലേ? എനിക്കതിന് അർഹത ഉണ്ടെങ്കിൽ അങ്ങ് പറഞ്ഞു തരൂ. ഇനി അങ്ങ് എനിക്ക് വിശപ്പും ദാഹവും ഉണ്ടെന്ന് കരുതിയിട്ടാണോ ചുരുക്കി പറഞ്ഞത്? എങ്കിൽ അങ്ങ് പേടിക്കണ്ട, എനിക്ക് വിശപ്പില്ല, ദാഹല്യ. നൈഷാതി ദുസ്സഹാക്ഷുന്മാം ത്യക്തോദമപിബാധതേ പിബന്ധം ത്വന്മുഖാംഭോജച്യുതം ഹരികഥാമൃതം. എനിക്ക് ദാഹല്യ, വിശപ്പില്ല. ഇപ്പം 4 ദിവസമായി. സമയത്ത് നിർത്തുക, ഊണ് കഴിക്കുക, അതൊന്നുമില്ല, വെള്ളം കുടിക്കൊന്നുമില്ല പരീക്ഷത്തെ. അതുകൊണ്ട് ക്ഷീണമായി എന്ന് കരുതിയിട്ടാണോ അങ്ങ് കുറച്ചതെങ്കിൽ കുറയ്ക്കരുതേ. എനിക്ക് ഒട്ടും ക്ഷീണമില്ല. അങ്ങയുടെ മുഖത്തുനിന്ന് ഒഴുകി വരുന്ന ഈ ഹരികഥാമൃതം കുടിച്ച് എനിക്ക് ഒട്ടും ക്ഷീണമില്ല. ഞാൻ ആലോചിക്കുക, പണ്ടാ വെള്ളം കുടിക്കാനുള്ള മോഹം ഉണ്ടായിട്ടാണ് അവസാനം ആ ചത്ത പാമ്പിനെ തോളിലിട്ടത് മഹർഷിയുടെ. അന്ന് ഈ ഭാഗവതം കുടിക്കാനുള്ള മോഹം അന്നേ ഉണ്ടായാൽ മതിയായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ആ ഭഗവാന്റെ കഥ വിസ്തരിക്കണേ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ശ്രീശുവർക്ക് വലിയ സന്തോഷമായി. കേൾക്കാനുള്ള ആ മനസ്സ്, ആ മോഹം അത് കണ്ടപ്പോൾ ഗുരുനാഥന് വലിയ സന്തോഷമായും കൊണ്ട് അദ്ദേഹം എന്താ പുകഴ്ത്തിയും കൊണ്ട് പറയുകയാണ്, അസ്സലായി പരീക്ഷത്തെ. സമ്യക് വ്യവസിതാ ബുദ്ധി തവ രാജഋഷി സത്തമാ. അല്ലയോ രാജഋഷി സത്തമാ. നോക്കൂ, പരീക്ഷത്തിൻ്റെ ഡിഗ്രി കൂടി. ഇതുവരെ രാജാവായിരുന്നു. പ്രായോപവേശം ചെയ്തപ്പോൾ, എല്ലാം വിട്ട് പ്രായോപവേശം ചെയ്തപ്പോൾ രാജഋഷിയായി. ഇപ്പോൾ ഈശ്വര കഥ കേൾക്കാനുള്ള താല്പര്യമായപ്പോൾ രാജഋഷി സത്തമാ. വാസുദേവകഥായാം തേ യജ്ജാത നൈഷ്ഠികീരതി. അങ്ങക്ക് ഭഗവത് കഥകളോടുള്ള ഈ ഒരു രതി സന്തോഷമായി, നന്നായി. വേണ്ടതുപോലെ തന്നെയാണ് അങ്ങയുടെ മനസ്സ് സഞ്ചരിക്കുന്നത്. ഈ ഈശ്വര കഥയ്ക്ക് വലിയൊരു പ്രത്യേകത ഉണ്ട്. വക്താരം, ചോദിക്കുന്ന ആൾക്കും പറയുന്ന ആൾക്കും കേൾക്കുന്ന ആൾക്കും ഒക്കെ ഒരേപോലെയാണ് പുണ്യം. നന്നായി. പണ്ട് ഞാൻ കഥ പറയാം, പണ്ട് ഭൂമിക്ക് ഭാരം സഹിക്കുക വയ്യാണ്ടിയായി. അധർമ്മികൾ ധാരാളം ഉണ്ടായി. അപ്പോഴാണ് ഭൂമിക്ക് ഭാരം സഹിക്കുക വയ്യാണ്ടിയാവുക. ജനങ്ങൾ ധാരാളം ഉണ്ടായതുകൊണ്ടൊന്നും കുഴപ്പമില്ല, അതൊന്നും ഭൂമിക്ക് പ്രശ്നമില്ല. പക്ഷെ നാമം ജപിക്കാത്തവർ വർദ്ധിച്ചാൽ, ഭൂമിയെ നിന്ദിക്കുന്നവർ, ദ്രോഹിക്കുന്നവർ, പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നവരുണ്ടായാൽ ബുദ്ധിമുട്ടാണ്. അധർമ്മം ചെയ്യുന്നവരുണ്ടായാൽ ഭൂമിക്ക് ഭാരമാണ്. ഒരമ്മയെ സംബന്ധിച്ച് കുട്ടി ഭാരമാണോ? അല്ല, സന്തോഷമാണ്. ആ കുട്ടിയെ എടുത്ത് മടിയിൽ വെക്കുന്നതും ആ മടിയിൽ വെച്ചിട്ട് ഉരുട്ടി വായ കൊടുക്കുന്നതൊക്കെ അമ്മയ്ക്ക് വലിയ ഇഷ്ടമാണ്. ആ കുട്ടി മടിയിലിരിക്കുമ്പോൾ ഭാരമായിട്ട് അമ്മയ്ക്ക് തോന്നുകയില്ല. പക്ഷേ ആ കുട്ടിയുടെ അത്ര ഭാരമുള്ള ഒരു അമ്മിക്കുട്ടി എടുത്ത് മടിയിൽ വെച്ചാലോ അത് ഭാര. എന്താ കാരണം? തൻ്റെ കുട്ടിയല്ല, അത് തന്നെ. മറ്റേത് കുട്ടിയോട് സ്നേഹമുണ്ട്, അതിന് തന്നോട് സ്നേഹമുണ്ട്, അതുകൊണ്ട് തിരക്കടില്ല. ഇതുപോലെ ഭൂമിയെ സ്നേഹിക്കുന്നവർ ഈ ലോകത്തുണ്ടെങ്കിൽ അത് ഭൂമിക്ക് ഭാരമല്ല. ഈ കംസനെ പോലുള്ള അധർമ്മികൾ ധാരാളം ഉണ്ടായി, ഭൂമിക്ക് ഭാരം സഹിക്കുക വയ്യാതെയായി. ഭൂമി ഒരു ഗോരൂപം സ്വീകരിച്ചും കൊണ്ട് ബ്രഹ്മദേവൻ്റെ അടുത്തേക്ക് ചെന്നു. ബ്രഹ്മദേവൻ ഈ ഭൂമിയെയും ദേവന്മാരെയും കൂട്ടി പാലാഴി ചെന്നു. ഭഗവാനെ കണ്ട് കേമായിട്ട് സ്തുതിച്ചു, സങ്കടം അറിയിച്ചു. ഭഗവാൻ പറഞ്ഞു, പേടിക്കണ്ട, ഈ ഭൂമിയുടെ ഭാരം തീർക്കാൻ ഞാൻ അവതരിക്കുന്നുണ്ട്. ഇതുവരെയുള്ള അവതാരം പോലെ ആവില്ല, ഇതൊരു പ്രത്യേക അവതാരമാണ്. ഇതുവരെയുള്ള അവതാരമൊക്കെ വന്നുപോയി, അത്രയേ ഉള്ളൂ. നരസിംഹം വന്നു, കാര്യം കഴിഞ്ഞു, പോയി. വരാഹായിട്ട് വന്നു, ഭൂമിയെ ഉദ്ധരിച്ചു, പോയി. എന്നാൽ ഇതങ്ങനെയല്ല. ഇത് വന്ന് 125 വർഷം ഭൂമിയിലുണ്ടാവും. എല്ലാവർക്കും മോക്ഷം വാരി വിതറി ആനന്ദിപ്പിച്ചും കൊണ്ട് ഒരു 125 വർഷം ഉണ്ടാവും. അങ്ങനെയുള്ളൊരു അവതാരം എന്താ വരാൻ പോവുകയാണ്. വസുദേവരുടെയും ദേവകിയുടെയും 8ാമത്തെ ഗർഭം, അല്ലേ, 8ാമത്തെ പുത്രനായിട്ട് ഞാൻ അവതരിക്കും എന്ന് പറഞ്ഞു. അവർക്കൊക്കെ സന്തോഷമായി, അവരൊക്കെ തിരിച്ചുപോയി. പിന്നീട് നേരെ ചിത്രം കാണിക്കുന്നത് മധുരാപുരി. ഉത്തര മധുരാപുരിയിൽ ഗംഭീരമായിട്ടൊരു വിവാഹം നടക്കുകയാണ്. വരൻ വസുദേവർ, വധു ദേവകി. വളരെ ഗംഭീരമായിട്ടുള്ള വിവാഹം. എത്ര കണ്ട് ഗംഭീരമാണ് ആ വിവാഹം എന്നാണെങ്കിൽ അതറിയണമെങ്കിൽ ഗജാനാം ഹേമമാലിനാം. നോക്കൂ, ആനയ്ക്ക് പോലും സ്വർണത്തിൻ്റെ ചങ്ങലയാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്തായിരിക്കും ദേവകിയുടെ കഥ. അത്രയും ഗംഭീരമായിട്ടുള്ള വിവാഹം. 14,000 കുതിരകൾ, സ്വർണ്ണ കിരീടം ധരിച്ച 400 ആനകൾ, 10,000 തേരുകൾ,
10,000 പദയാത്രക്കാർ, ഇങ്ങനെ ഗംഭീരമായിട്ടുള്ള വിവാഹം. ഇതൊക്കെ ഉത്സാഹിച്ച് നടത്തുന്നതാരാ? ദേവകിയുടെ ജ്യേഷ്ഠൻ കംസൻ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പലരും ദേവകിയോട് ചോദിക്കുന്നുണ്ട്, അല്ല ദേവകി, എന്താ നിനക്ക് കിട്ടിയത്? കംസേട്ടൻ എന്താ നിനക്ക് ഗിഫ്റ്റായിട്ട് തന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കല്യാണമൊക്കെ ആകുമ്പോൾ എന്തെങ്കിലും സഹോദരൻ കൊടുക്കില്ലേ സഹോദരിക്ക്? ഇതങ്ങനെ കംസന്റെ ചെവിയിലും എത്തി. എന്ത് കൊടുക്കുന്നുണ്ട്, എന്ത് കൊടുത്തിട്ടുണ്ടെന്നൊക്കെ ആളുകൾ അന്വേഷിക്കുന്നുണ്ടെന്ന് മനസ്സിലായി. താനാണെങ്കിൽ തിരക്കിലൊന്നും അങ്ങോട്ട് കൊടുത്തതുമില്ല. ഇതൊക്കെ ഉത്സാഹിച്ച് നടത്തുന്നതും ഇതിൻ്റെ ചിലവൊക്കെ താനല്ലേ വഹിക്കുന്നത്. അപ്പം പ്രത്യേകിച്ച് അങ്ങനെ ഒന്ന് കൊടുക്കണമെന്ന് വിചാരിച്ചില്ല. പക്ഷെ ആളുകളെ സംബന്ധിച്ച് കാണാൻ മാത്രം എന്തെങ്കിലും ഉണ്ടോ നോക്കില്ലേ, എന്ത് കൊടുക്കും? അപ്പോൾ ഒരു ബുദ്ധി തോന്നി. താൻ ഈയിടെ വാങ്ങിച്ച ഒരു വാഹനം, സ്വർണ്ണരഥം തൻ്റെ കയ്യിലുണ്ട്. അത് തൻ്റെ അനിയത്തിക്ക് സ്ത്രീധനായിട്ട് കൊടുക്കുകയാണ്. അദ്ദേഹം അങ്ങോട്ട് ഉറക്കെ വിളിച്ചു പറഞ്ഞു, എൻ്റെ ഈ സ്വർണ്ണരഥം ഞാൻ എൻ്റെ അനിയത്തിക്ക് സ്ത്രീധനായിട്ട് കൊടുക്കുന്നു എന്ന് പറഞ്ഞു. ആളുകൾ അങ്ങോട്ട് കൈയടിച്ചു. എന്തൊരു സ്നേഹ അനിയത്തിയോട് ഈ ഏട്ടന്, ഇങ്ങനെ വേണം ഏട്ടനായാലെന്നൊക്കെ അവിടെയുള്ള ആളുകൾ പറഞ്ഞു. ആ സ്നേഹം 5 മിനിറ്റ് കൂടി കഴിഞ്ഞ് നമുക്ക് കാണാം എത്ര കണ്ട് സ്നേഹം ഉണ്ടെന്നുള്ളത്. ഏതായാലും ആ സ്വർണ്ണരഥം, ആ രഥത്തിലേക്ക് കൈപിടിച്ച് കയറ്റി ഈ വസുദേവരെയും ദേവകിയെയും. ഇത്രയും കേമായിട്ടുള്ള വണ്ടിയായിട്ട് കാര്യമില്ല, ഓടിക്കാൻ ഏതെങ്കിലും അടകോടനായ മോശമല്ലേ എന്ന് കരുതി കംസൻ തന്നെയാണ് തേര് തളിക്കണത്. അപ്പോഴും ആളുകൾ പറഞ്ഞു, നോക്കൂ, ഒരു മടിയില്ല കേട്ടോ, ഒട്ടും അഭിമാനമില്ല, അദ്ദേഹം കണ്ടില്ലേ മഹാരാജാവ് തേര് തളിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ തേര് തളിച്ച് പോണ സമയത്ത് തമാശയൊക്കെ പറഞ്ഞുകൊണ്ടാണ് വസുദേവരെ ഒട്ടും പേടിക്കണ്ട, എൻ്റെ അനിയത്തി നല്ലോണം നോക്കൂട്ടു അങ്ങേന്നൊക്കെ അങ്ങോട്ടും പറയുന്നുണ്ട്. വർത്തമാനമൊക്കെ പറഞ്ഞ് അങ്ങനെ പോണ സമയത്ത് പെട്ടെന്ന് ഒരു 4 കവല എത്തിയപ്പം, ഒരു ജംഗ്ഷൻ എത്തിയപ്പോൾ അവിടുന്ന് ഒരു അശരീരി. എന്താ കേട്ടത്? അസ്യാസ്ത്വാമഷ്ടമോ ഗർഭ ഹന്തായാം വഹസേ അബുധ. അല്ലയോ അബുധ, അല്ലയോ വിഡ്ഢി. വിഡ്ഢി എന്നുള്ള വിളി കേട്ടില്ലേ? ആരും കുറേ പേര് അവിടെ ഉണ്ട്, ആരും തിരിഞ്ഞു നോക്കിയില്ല. പക്ഷെ കംസൻ തിരിഞ്ഞു നോക്കി. ഉറപ്പുണ്ട് ഇവിടെ വിഡ്ഢിയായിട്ട് ഞാൻ തന്നെയുള്ളൂ എന്നുള്ള ഉറപ്പ് അദ്ദേഹത്തിനുണ്ട്. എന്താ പറഞ്ഞത്? നീ ആരെയാണോ വഹിച്ചു കൊണ്ടുപോണത് അവരുടെ 8ാമത്തെ ഗർഭം നിന്റെ അന്തകനായിരിക്കും. അതങ്ങട്ട് കേട്ടതും, ഇത് ആരെങ്കിലും അവിടുന്ന് ഇവിടുന്ന് വിളിച്ചു പറഞ്ഞതാണോ, ഈ വാക്കിൽ സത്യമുണ്ടോ എന്നൊന്നും അന്വേഷിക്കാതെ ആ ചമ്മട്ടിയും കടിഞ്ഞാണും വലിച്ചെറിഞ്ഞ് ആ അരയിൽ നിന്ന് വാളൂരി തേർത്തടത്തിലേക്ക് ഒരൊറ്റ ചാട്ടം. ആ ദേവകിയുടെ മുടിക്കങ്ങട്ട് പിടിച്ച് കഴുത്തറക്കാനായിട്ട് പുറപ്പെട്ടു ആര്? ഈ കംസൻ. അത് കണ്ട് പാവം വസുദേവർ സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. കല്യാണം കഴിഞ്ഞ് അധിക നേരമായിട്ടില്ല, തൻ്റെ ഭാര്യയെ ഭാര്യയുടെ ജ്യേഷ്ഠൻ വധിക്കാനായിട്ട് പോണു. എന്താ അദ്ദേഹത്തിൻ്റെ അവസ്ഥ? അദ്ദേഹം തൊഴുതും കൊണ്ട് ആ അക്രമം ഇല്ലാണ്ടിയാക്കാൻ ആവണതുപോലെ ശ്രമിച്ചു. ശ്ലാഘനീയ ഗുണശൂരൈഹി ഭവാൻ ഭോജയശസ്കര സ കഥം ഭഗിനീം ഹന്യാത് സ്ത്രീയമുദ്വാഹപർവണി. അല്ലയോ രാജാവേ, നോക്കൂ, അങ്ങ് എല്ലാ ഗുണങ്ങളും തികഞ്ഞവനല്ലേ. എന്ത് ഗുണമായി കംസനുള്ള? ഒരു ഗുണവുമില്ല. പക്ഷെ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ വിടുകയായിരിക്കുന്നു കരുതി പലതും പറഞ്ഞു നോക്കുകയാണ്. ഭവാൻ ഭോജയശസ്കര, ഈ ഭോജവംശത്തിന് യശസ് ഉണ്ടാക്കിയവനല്ലേ, അങ്ങ് സൽപ്പേരുണ്ടാക്കിയവനല്ലേ. ഭോജവംശത്തിന് ഇയാളെ കൊണ്ട് ചീത്തപ്പേര് മാത്രമേ ഉണ്ടായുള്ളൂ. അങ്ങനെയുള്ള അങ്ങ് നോക്കൂ, ഈ വിവാഹ ദിവസം തന്നെ ഈ അനിയത്തിയെ കൊല്ലുക എന്ന് പറഞ്ഞാൽ എത്ര മോശം. അത് ആളുകൾ കാണുന്നുണ്ടേ, അങ്ങക്ക് ചീത്തപ്പേരുണ്ടാവേ, ഈ വംശത്തിന് തന്നെ ചീത്തപ്പേരാവേ, അതുകൊണ്ട് പാടില്ല പാടില്ല എന്നൊക്കെ പറഞ്ഞു നോക്കി. എവിടെ? കംസൻ മുറുക്കി പിടിച്ച് കൊല്ലാനായിട്ട് ഒരുങ്ങുകയാണ്. അപ്പോഴാണ് വസുദേവർ ഒന്ന് കണ്ണടച്ചു, ഭഗവാനെ ആശ്രയിച്ചു. അപ്പോൾ തോന്നി, ആ അശരീരി സത്യമാണെങ്കിൽ ആ അശരീരിയിൽ വേറൊരു സത്യം ഒളിഞ്ഞിരിക്കുന്നുണ്ട്. എന്ത് സത്യം? ദേവകി ഇപ്പം മരിക്കേണ്ടവളല്ല. എന്താ കാരണം? എന്താണ് ആ അശരീരിയിൽ പറഞ്ഞത്? ഈ ദേവകിയുടെ 8ാമത്തെ ഗർഭം കംസന്റെ അന്തകനാണെന്നാണ്. ദേവകി 8 പ്രസവിക്കണമെങ്കിൽ ഇപ്പം മരിക്കാൻ പാടില്ലല്ലോ. അതാണ് വസുദേവർ ഓർത്തത്. അത് ഓർത്ത് ഒന്ന് ചിരിച്ചു. ഭഗവാന്റെ സങ്കല്പം എന്താണാവോ, നിശ്ചല്യ, അത് നടക്കട്ടെ എന്നങ്ങോട്ട് വിചാരിച്ചു. ചിരിക്കണത് കണ്ടപ്പം കംസൻ ചോദിക്കുകയാണ്, എന്താണോ താൻ ചിരിക്കണത്? ഭാര്യയെ വെട്ടിക്കൊല്ലാൻ പുറപ്പെടുമ്പോൾ ചിരിക്കുകയാണോ ചോദിച്ചു. അപ്പോൾ വസുദേവർ പറഞ്ഞു, അല്ല രാജാവ്, ഞാനൊന്ന് ചോദിക്കട്ടെ, ഇവിടെ ദേവകി കൊല്ലും അങ്ങയെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ദേവകിക്കുണ്ടാവുന്ന 8ാമത്തെ കുട്ടിയല്ലേ കൊല്ലുക? 8ാമതാക്കണ്ട, ഉണ്ടാവുന്ന കുട്ടികളെ മുഴുവൻ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കാം. സമർപ്പയിഷ്യേസ്യ യതസ്തേ ഭയമുത്ഥിതം. എല്ലാ കുട്ടികളെയും ഞാൻ അങ്ങേക്ക് സമർപ്പിക്കാം. അത് കേട്ടപ്പോൾ കംസനും തോന്നി, തിരക്കടില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ അനിയത്തിയെ കൊന്നു എന്നുള്ള ചീത്തപ്പേരുണ്ടാവില്ല. ഇദ്ദേഹമാണെങ്കിൽ സത്യസന്ധനാണ്, പറഞ്ഞ വാക്കിന് വില ഉണ്ട്, കുട്ടികളെ കൊണ്ടുതരും തീർച്ചയാണ്. എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ എന്ന് കരുതി കംസൻ അവരെ വിട്ടു. പക്ഷേ മുഷിഞ്ഞും കൊണ്ടാണ്. എന്തായാലും പിന്നീട് അങ്ങനെ തേര് തളിക്കാനോ ആ വണ്ടി കൊടുക്കുകയോ ചെയ്തിട്ടില്ല. രഥമൊക്കെ തൻ്റെ കൊട്ടാരത്തിൽ തന്നെ കൊണ്ടുപോവുകയും ചെയ്തു. ഇവരെ കാരാഗൃഹത്തിലും ഇട്ടു. സ്വതവേ വിവാഹം കഴിഞ്ഞാൽ ഗൃഹപ്രവേശം ഉണ്ടാവുക, പക്ഷേ ഇവിടെ കാരാഗൃഹപ്രവേശം അതുണ്ടായത്. ഏതായാലും കാലങ്ങൾ അങ്ങനെ കഴിഞ്ഞു. അങ്ങനെ ഗർഭം ധരിച്ചു ഈ ദേവകി. 1ാമത്തെ ഉണ്ണി പേരിട്ടു, കീർത്തിമാൻ എന്ന് പേരിട്ടു.
ആ ഉണ്ണിയെ ലാളിച്ചും കൊണ്ടിരിക്കുകയാണ് ദേവകി. വസുദേവർ അടുത്തു വന്ന് പറഞ്ഞു, മതി ദേവകി, അധികം ലാളിക്കണ്ട. ലാളിക്കും തോറും സ്നേഹം കൂടും. കൊല്ലാൻ കൊടുക്കണം. ഞാൻ വാക്ക് പറഞ്ഞതാ, വാക്ക് മാറ്റാൻ പറ്റുമോ? കൊടുത്തല്ലേ പറ്റൂ. ഇങ്ങോട്ട് തരൂ എന്ന് പറഞ്ഞ് പിടിച്ച് വാങ്ങി ഇദ്ദേഹം കൊണ്ടുപോവുകയാണ്. ഇവിടെ ശ്രീശുക്ർ പറയാണ്, നോക്കൂ, കിം ദുസ്സഹം നു സാധൂനാം വിദുഷാം കിമപേക്ഷിതം കിം അകാര്യം കദര്യാണാം ദുസ്ത്യജം കിം ധൃതാത്മനാം. സാധുക്കൾക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ട് എന്തുണ്ട് നോക്കൂ. അവർക്ക് വാക്കാണ് വലുത്, അതിൻ്റെ മുന്നിൽ വേറൊന്നും വിഷയമല്ല. സത്യസന്ധനാണ് ആര്? ഈ വസുദേവര്. അദ്ദേഹം പറഞ്ഞ വാക്ക് പാലിക്കാനായിട്ട് തൻ്റെ ഉണ്ണിയത കൊണ്ടു കൊടുക്കുകയാണ് കൊല്ലാനായിട്ടേ. അതുകൊണ്ട് കംസൻ ഇങ്ങോട്ട് ചോദിക്കാൻ വയ്ക്കരുത്, അതിൻ്റെ മുന്നേ അങ്ങോട്ട് കൊടുക്കുക വേണ്ടതെന്ന് പറഞ്ഞ് അദ്ദേഹം എന്താ ഉണ്ണിയും കൊണ്ടുപോയി കംസനെ കൊടുക്കുകയാണ്. കംസൻ രാവിലെ എണീറ്റ് നോക്കുമ്പോൾ അതാ കാണുന്ന കാഴ്ച, വസുദേവർ ഉണ്ണിയും കൊണ്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്. കംസൻ ഇത്ര കരുതിയില്ല, അങ്ങോട്ട് പോയി ചോദിച്ച് വാങ്ങേണ്ടി വരുന്ന കരുതിയത്. പക്ഷേ ആ മകനെ അച്ഛൻ താ കൊല്ലാനായിട്ട് കൊണ്ടുവരുന്നു. ബഹുമാനം തോന്നി ഉള്ളിൽ ആരോട്? ഈ വസുദേവരോട്. എന്താ അയാളുടെ ആ ഒരു നിഷ്ഠ. ആ ഉണ്ണിയെ നല്ലോണം നോക്കിയ സമയത്ത് ചെറിയൊരു ഉണ്ണി ഉണ്ടായിട്ടേ ഉള്ളൂ, ചോരക്കുഞ്ഞ്. എന്തൊക്കെ പറഞ്ഞാലും തൻ്റെ അനിയത്തിയുടെ മകനല്ലേ, ആ ഒരു ഭാവം. ആ കുട്ടിയാണെങ്കിൽ തന്നെ ഇങ്ങനെ നോക്കിയിട്ട് അമ്മാമ അമ്മാമ വിളിക്കണമൊന്നുമില്ല, ചെറിയ കുട്ടിയപ്പോൾ ഉണ്ടായിട്ടേ ഉള്ളൂ. എങ്കിലും കംസന് തോന്നുകയാണ് എന്തൊക്കെ പറഞ്ഞാലും തൻ്റെ മരുമകനല്ലേ, തൻ്റെ അനിയത്തിയുടെ ഉണ്ണിയല്ലേ, ചെറിയ ഉണ്ണി. ഈ ഉണ്ണി കൊല്ലൊന്നും പറഞ്ഞിട്ടില്ല. 8ാമത്തെ മകനെ കൊല്ലുന്നാ പറഞ്ഞത്, 8ാമത്തെ ഗർഭം കൊല്ലുന്നാ പറഞ്ഞത്. അതുകൊണ്ട് ഇതൊന്നാമത്തെ അല്ലേ, സാരല്ല, കൊണ്ടുപോയിക്കോളൂ, അങ്ങ് കൊണ്ടുപോയിക്കോളൂ വസുദേവരെ. ഈ ഉണ്ണി എനിക്ക് വിഷമമില്ല. അതുകൊണ്ട് പ്രതിയാതുകുമാരോയം, ഈ ഉണ്ണിയെ എനിക്കൊട്ടും പേടില്ല, ഈ ഉണ്ണിയെ അങ്ങ് കൊണ്ടുപോയിക്കോളൂ, വളർത്തിക്കോളൂ. ഇതിനെന്നല്ല, ഇനിയുള്ള ഉണ്ണികളൊക്കെ വളർത്തിക്കോളൂ, 8ാമനെ മാത്രം തന്നാൽ മതി എന്നങ്ങോട്ട് പറഞ്ഞു. ഈ വാക്ക് കേട്ട് തിരിച്ചു പോണു വസുദേവർ. തിരിച്ചു പോണ വസുദേവർക്ക് വലിയ സന്തോഷമൊന്നും ഉണ്ടായില്ല പറഞ്ഞു ഇവിടെ. എന്താ കാരണം? കംസന്റെ സ്വഭാവം നല്ലപോലെ നിശ്ചണ്ട്. ഓന്തിൻ്റെ നിറം മാറുന്നത് പോലെ ഇയാളുടെ സ്വഭാവം മാറുക. ഇപ്പം വെറുതെ വിട്ടു പറഞ്ഞിട്ട് കാര്യമില്ല, ചിലപ്പം തിരിച്ചു വാങ്ങി അടിച്ചു കൊന്നൊന്നും വരും. അതന്നെയാണ് ഉണ്ടാവണതും. ഏതായാലും തിരിച്ചുപോയി. ഇങ്ങനെ ഇരിക്കുന്ന നാരദ മഹർഷി വൈകുണ്ഠത്തിൽ പോയപ്പോൾ കാണുന്ന കാഴ്ച, ഭഗവാൻ പുറപ്പെടണമൊന്നുമില്ല, ചെരിഞ്ഞങ്ങനെ കിടക്കന്നെയാ പാലാഴിയിൽ. ചോദിച്ചു, അങ്ങെന്താ പുറപ്പെടാത്തു? ഭൂമിയുടെ ഭാരം തീർക്കണ്ട, ഇതാ വരിക എന്ന് പറഞ്ഞിട്ട് എന്താ അങ്ങ് വരാത്തു ചോദിച്ചു. ഭഗവാൻ പറഞ്ഞു, കംസനൊക്കെ നേരെയായില്ലേ, ഇതപ്പം കണ്ട കാഴ്ചതാണ്. ആ കുട്ടിയെ കൊന്നുവെച്ചാൽ ഉടനെ ഞാൻ ഇറങ്ങിയായിരുന്നു. പക്ഷേ ആ കംസൻ തിരിച്ചയച്ചു. കംസനൊക്കെ ശുദ്ധ ഹൃദയമായി. ഇനിയിപ്പോൾ ഞാൻ വരണോന്നാണ് ആര് ചോദിക്കുന്നത്? ഭഗവാൻ ചോദിക്കുന്നത്. നാരദ ഭഗവാന്റെ ഇച്ഛ മനസ്സിലാക്കി ഇവിടെ എത്തി. കംസനെ ശരിക്കും അയാളുടെ ഉള്ളിലുള്ള ആ ക്രൂരത അത് പുറത്തേക്ക് എടുക്കുകയാണ്. കംസനോട് പറഞ്ഞു, കംസ, താനെന്താ വിചാരിച്ചത്? താൻ ആ കുട്ടിയെ വെറുതെ തിരിച്ചയച്ചു അല്ലേ? അങ്ങേക്ക് അറിയോ 8ാമത്തെ ഗർഭം കൊല്ലുന്നു പറഞ്ഞാൽ എങ്ങനെ 8 കണക്കാക്കുക? 5 വിരൽ, ഇതിലേതാ 5ാമത്തെ വിരൽ എങ്ങനെ കണക്കാക്കും? ഇവിടുന്ന് ഇങ്ങോട്ട് എണ്ണ കാണിച്ചാൽ ഇത് 5, അവിടുന്ന് അങ്ങോട്ട് എണ്ണ കാണിച്ചാൽ ഇതാവും 5. അപ്പോൾ 1ാമത്തത് 5 ആവില്ലേ? 5ാമത്തത് 1 ആവില്ലേ? ഇങ്ങനെ അങ്ങോട്ട് ചോദിച്ചു. കംസനാകെ കൺഫ്യൂഷനായി. 10 പേര് വട്ടത്തിലിരിക്കുകയാണെന്ന് വെച്ചാൽ ആരാ 10ാമൻ? എണ്ണുന്ന ആളുടെ സാമർഥ്യം പോലെയാണ്. 1ാമനെ 10ാമനാക്കാം, 2ാമനെയും 10ാമനെയാക്കാം, 3ാമനെയും 10ാമനെയാക്കാം. ചിലപ്പോൾ ഒരു പക്ഷേ ഇപ്പം വന്നതാവും 8ാമത്തെ പുത്രൻ, ആർക്കറിയാം? അങ്ങ് അസുരനാണ്, കാലനേമിയാണ്. അസുരന്മാരുടെ അരിത്തമാറ്റിക്സും ദേവന്മാരുടെ അരിത്തമാറ്റിക്സും വ്യത്യാസമുണ്ട്. അല്ലെങ്കിലേ കംസൻ കണക്കിൽ മോശം. അതുകൊണ്ട് ശ്രദ്ധിക്കൂ, ഉണ്ടാവണ കുട്ടികളൊക്കെ ശ്രദ്ധിച്ചോളൂ ഇട്ടോ എന്നും പറഞ്ഞു. ഇതങ്ങോട്ട് കേട്ടില്ലേ, കംസന് ദേഷ്യം അങ്ങോട്ട് വർദ്ധിച്ചു. കംസൻ അങ്ങോട്ട് പുറപ്പെട്ടു. അപ്പോഴേക്കും 6 ഉണ്ണികളുണ്ടായിട്ടുണ്ട്. ആ 6 ഉണ്ണികളെ നിഷ്കരുണം അടിച്ചങ്ങോട്ട് കൊന്നു ഈ കംസൻ. ഇതിനെതിരെ നിന്നു തൻ്റെ അച്ഛൻ ഉഗ്രസേനൻ. ആ ഉഗ്രസേനൻ 2 അടി അങ്ങോട്ട് അടിച്ച് കാരാഗൃഹത്തിലിട്ടു കംസൻ. ഇതാണ് കംസൻ്റെ സ്വഭാവം. തൻ്റെ അച്ഛനെ തന്നെ നോക്കൂ, അടിച്ച് കാരാഗൃഹത്തിലിട്ട് രാജ്യം ഭരിക്കുകയാണ്. അനവധി അധർമ്മങ്ങൾ അവിടെ നടക്കാൻ തുടങ്ങിയ സമയത്ത് വസുദേവർ തൻ്റെ പത്നിയായ രോഹിണി, അനവധി ഭാര്യമാരുണ്ട് അദ്ദേഹത്തിന്, ആ രോഹിണിയെ തൻ്റെ സുഹൃത്തായ നന്ദഗോപരുടെ ഗൃഹത്തിലേക്ക് പറഞ്ഞയച്ചു. കാരണം അവൾ ഇതൊന്നും കണ്ട് പേടിക്കേണ്ട കരുതി ആ ഇടയനായ നന്ദഗോപരുടെ തൻ്റെ സുഹൃത്താണ്, ബന്ധുവാണ്, അയാളുടെ അടുത്തേക്ക് പറഞ്ഞയച്ചു. അങ്ങനെയാണ് ഈ രോഹിണി, വസുദേവരുടെ പത്നിയായിട്ടുള്ള രോഹിണി നന്ദഗൃഹത്തിലെത്തുന്നത്. നാളെ ഭഗവാന്റെ ഈ ബാലലീലകൾ കഥകളൊക്കെ വായിക്കുമ്പോൾ രോഹിണി നന്ദഗൃഹത്തിൽ കാണാം. അപ്പം നമുക്ക് സംശയം തോന്നും, ഇവളെങ്ങനെ ഇവിടെ എത്തിയെന്ന്. അതിപ്പോഴാ ഇങ്ങനെ ഇവിടെ നടക്കുന്ന സമയത്ത് മധുരയെന്ന് പറഞ്ഞയച്ചതാണ് രോഹിണിയെ വൃന്ദാവനത്തിലേക്ക്. പിന്നീട് ഇതാ കംസന്ത ആളുകളെയൊക്കെ കൂട്ടി പ്രലംബ ഭഗജാണൂര തൃണാവർത്ത മഹാശനൈ മുഷ്ടിക അരിഷ്ടദിവത പൂതന കേശിധേനു കൈഹി അവരൊക്കെ വിളിച്ചു വരുത്തി മീറ്റിംഗ് ആണ്. അധർമ്മങ്ങൾ ധാരാളമായിട്ട് ചെയ്തു. ആകെ ബുദ്ധിമുട്ടായി. ഭഗവാൻ പറഞ്ഞു, 7ാമത് ഗർഭം ധരിച്ചു ദേവകി. അപ്പോഴാണ് ഭഗവാൻ വിചാരിച്ചു, ഇനിയിപ്പം പുറപ്പെടുക, ഭൂമിയുടെ ഭാരം തീർക്കാനായിട്ട് പുറപ്പെടാൻ തീരുമാനിച്ചു. ആദ്യം ഭഗവാൻ ഇവിടെ ലീല ആടണമെങ്കിൽ മായാഭഗവതി കൂടെ വേണേ. ഭഗവതിയെ വിളിച്ചു, അല്ലയോ മായാഭഗവതി ഒന്നും ഇങ്ങോട്ട് വരൂ,
ഗച്ഛദേവി വ്രജം ഭദ്രേ ഗോപഗോഭിരലങ്കൃതം രോഹിണീ വസുദേവസ്യ ഭാര്യാസ്തേ നന്ദഗോകുലേ. നീ ഒരു സഹായം ചെയ്യണം. ഇവിടുന്ന് നേരെ ചെല്ലുക. എന്നിട്ടോ അവിടെ ദേവകിക്കിപ്പം ഗർഭമുണ്ട്, 7ാമത്തെ ഗർഭം. അതാണ് ബലരാമൻ, സംഘർഷണൻ. ആ ഗർഭത്തെ അവിടുന്ന് എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഇദ്ദേഹത്തിൻ്റെ ഭാര്യ രോഹിണി ഇപ്പം എവിടെ ഉണ്ട്? വസുദേവരുടെ ഭാര്യ തന്നെയാണ് രോഹിണി. ഇപ്പം നന്ദഗൃഹത്തിലുണ്ട്, ഗോകുലത്തിലുണ്ട്. ആ ഗോകുലത്തിൽ പോയിട്ട് ഈ ഗർഭത്തെ, ഈ ദേവകി ഗർഭത്തെ ബലരാമനെ രോഹിണി ഗർഭത്തിലാക്കുക. അതാണ്, രണ്ടുപേരും അമ്മയാണ്, അമ്മമാരാണ് ബലരാമന്. കുറച്ചു കാലം ദേവകിയുടെ ഗർഭത്തിൽ കിടന്നു, ദേവകി അമ്മയാണ്. കുറച്ചു കാലം രോഹിണിയുടെ ഗർഭത്തിൽ കിടന്നു, രോഹിണിയും അമ്മയാണ്. അതുകൊണ്ട് അവിടെ ആ ബലരാമനെ രോഹിണി ഗർഭത്തിലാക്കും. എന്നിട്ട് പിന്നെ നീ ഇങ്ങോട്ട് പോരാനായിട്ട് നിൽക്കണ്ട, അവിടെ തന്നെ കഴിഞ്ഞോളൂ. അവിടെ യശോദ പാവം കല്യാണം കഴിഞ്ഞിട്ട് കുറേ ആയി, 45 വയസ്സായി അവൾക്ക്. നന്ദഗോപർക്ക് ആവട്ടെ 19 വയസ്സായി, മക്കളൊന്നും ഇല്ലാണ്ട് വിഷമിച്ചിരിക്കുകയാണ്. ആ യശോദയുടെ ഗർഭത്തിലേക്ക് നീ പ്രവേശിച്ചോളൂ എന്നും പറഞ്ഞു. അങ്ങനെ നീ ചെയ്യുകയാണെങ്കിൽ നിന്നെ എല്ലാവരും പൂജിക്കും. ഭൂമിയിലെ കേമായിട്ടുള്ള അമ്പലങ്ങളൊക്കെ ഉണ്ടാക്കി ദുർഗേതി ഭദ്രകാളീതി വിജയ വൈഷ്ണവീതിജ കുമുദ ചണ്ഡിക കൃഷ്ണ മാധവി കന്യകേതിജ, ഈ പേരിലൊക്കെ നിന്നെ ആരാധിക്കുന്നു പറഞ്ഞു. ദേവി കേട്ടു തൊഴുതു നമസ്കരിച്ച് നേരെ ഭൂമിയിലേക്ക് വന്നു. ഈ പറഞ്ഞതുപോലെ ചെയ്തു. ദേവകിയുടെ 7ാമത്തെ ഗർഭം കാണാനില്ല, പോയി, അലസിപ്പോയി എന്നുള്ള വാർത്ത ആര് കേട്ടു? കംസൻ കേട്ടു. കംസനാകെ സംശയമായി, ആകെ പരിഭ്രമായി. കാരണം അലസിപ്പോണ കാര്യം ആ ശരീരത്തിൽ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഇരിക്കെ ഇനി ഉണ്ടാവുന്ന ദേവകിയുടെ ഗർഭത്തിന് 8ാമത്തെ ഗർഭമാണോ 7ാമത്തെ ഗർഭമാണോ എങ്ങനെ അറിയും? എന്നാണ്. ഇത് അലസിപ്പോയില്ല, ഇനിയിപ്പോൾ എങ്ങനെ കണക്കാക്കുക? ഇതാണ് കംസന്റെ സംശയം. അങ്ങനെ ഇരിക്കെ ദേവകിയും വസുദേവരും കാരാഗ്രഹത്തിലിരിക്കുന്ന സമയത്ത് വസുദേവരങ്ങനെ കണ്ണടച്ച് ധ്യാനിച്ച് അങ്ങനെ ഇരിക്കുകയാണ്, പുഞ്ചിരിച്ചും കൊണ്ട്. അത് കണ്ടപ്പോൾ ദുഃഖിച്ചും കൊണ്ടിരിക്കുന്ന ദേവകി ചോദിക്കുകയാണ്, അങ്ങക്ക് എങ്ങനെ പുഞ്ചിരിക്കാൻ സാധിക്കണത്? ഇവിടെ ഞാൻ ദുഃഖിച്ച് കഴിയുകയാണ്. നമ്മളുടെ 6 ഉണ്ണികളെ ഈ കംസൻ തച്ചു കൊന്നു, 7ാമത് ഗർഭമുണ്ടായി അലസിപ്പോയി, എന്നിട്ടും അച്ഛനായിട്ടുള്ള അങ്ങേക്ക് സന്തോഷിക്കാൻ സാധിക്കണമല്ലോ, എങ്ങനെ എന്ന് ചോദിച്ചു. അപ്പോഴാണ് വസുദേവർ പറയണത്, എന്താണെന്നറിയില്ല ദേവകി, കണ്ണടച്ചാൽ ഒരു ഉണ്ണിയെ എങ്ങനെ മനസ്സിൽ കാണുകയാണ്, എന്തൊരു ഭംഗിയാണ്. കണ്ണാടി പോലുള്ള കവിള്, ആ പവിഴം പോലുള്ള ചുണ്ട്, മുത്തുപല്ലുകൾ, അത് കാണിച്ച് പുഞ്ചിരിച്ചും കൊണ്ട് ആ കാരുണ്യം വഴിഞ്ഞൊടുക്കുന്ന കണ്ണുകളോടുകൂടി എന്നെ നോക്കിയിട്ട് പറയുകയാണ്, അച്ഛാ ഞാൻ വരികയായി, ആ കംസമ്മാവൻ്റെ കാര്യമൊക്കെ ഇപ്പം തീർക്കാം, ഞാൻ വരികയായി എന്നിങ്ങനെ എന്നോട് പറയുകയാണ്. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദകീം സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലേശമനിശം ഹൃദി ഭാവയാമി. ആ ഗുരുവായൂരപ്പൻ്റെ ചിത്രം അതങ്ങോട്ട് വർണ്ണിച്ചു, അതങ്ങോട്ട് കേട്ടു. അങ്ങനെ ഗർഭം ധരിച്ചു ആര്? ഈ ദേവകി. ഭഗവാൻ വരണമെന്ന് വിചാരിച്ചാൽ അത്രയേ വേണ്ടു. അങ്ങനെ ദേവകി ഗർഭം ധരിച്ചു. ഈ വാർത്ത കംസൻ കേട്ടു. ദേവകി ഗർഭം ധരിക്കേ അങ്ങനെ കാണാനായിട്ട് വന്നു. എന്തൊരു തേജസ്സ ദേവകിയുടെ ഗർഭത്തിൽ! ഗുഹയിൽ സിംഹം ഇരിക്കുന്നത് പോലെ അങ്ങനെ ഒളിച്ചിരിക്കുകയാണതാ ഭഗവാൻ. കംസന് മനസ്സിലായി, ഇതുവരെ ഇല്ലാത്തൊരു തേജസ് ദേവകിക്കുണ്ട്, ഇത് ചില്ലറക്കാരനല്ല എന്ന് കംസന് തോന്നി. ഒരു പേടി കംസൻ അന്ന് തുടങ്ങി. അതാണ് അന്ന് മുതലാണ് കംസൻ ശരിക്കും പേടിച്ചു തുടങ്ങിയത്. അന്ന് മുതലേ ശരിക്കും കംസൻ മരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആസീനഃ സംവിശംസ്തിഷ്ഠൻ ഭുഞ്ജാന പര്യടൻ മഹീം ചിന്തയാനോ ഋഷികേശം അപശ്യത് തന്മയം ജഗത്. ഇരിക്കുമ്പോഴും നിൽക്കുമ്പോഴും കിടക്കുമ്പോഴും ഒക്കെ കൃഷ്ണൻ 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 എന്നല്ല, എട്ടാമൻ 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 എട്ടാമൻ. ഇങ്ങനെ ഭഗവാനെ തന്നെ വിചാരിച്ചുകൊണ്ട് ആര് കഴിഞ്ഞു? കംസൻ കഴിഞ്ഞു. ഇവിടെ കവി ചോദിക്കുകയാണ്, എങ്ങനെയെങ്കിലും ആക്കിയാൽ മതിയായിരുന്നു നമ്മളെ, അല്ലേ? അപശ്യത് തന്മയം ജഗത്, കൃഷ്ണമയമായിട്ട് കാണുകയാണ് കംസൻ ലോകത്തെ. എന്ത് ചെയ്യുമ്പോഴും ഈശ്വര വിചാരം, അങ്ങനെയല്ലേ വേണ്ടത്? ഇതെല്ലാം അങ്ങനെ കഴിയണു. 9 മാസമായി. ബ്രഹ്മാദി ദേവന്മാരൊക്കെ വന്ന് കേമായിട്ട് സ്തുതിക്കുകയാണ്. ഗർഭത്തിൽ കിടക്കണ ഭഗവാനെ കേമായിട്ട് സ്തുതിച്ചു. സത്യവ്രതം സത്യപരം ത്രിസത്യം സത്യസ്യ യോനിം നിഹിതം ച സത്യേ സത്യസ്യ സത്യം വ്രതസത്യനേത്രം സത്യാത്മകം ത്വാം ശരണം പ്രപന്നാഹ. സത്യം കൊണ്ട് മാത്രമൊരു ശ്ലോകം. സത്യസ്വരൂപനാണ് ദാ ഇവിടെ കൃഷ്ണനായിട്ട് അവതരിക്കുന്നത്. ഭാഗവത്തിലെ വിഷയം സത്യമാണ്. സത്യം പരം ധീമഹി. ആ സത്യം ദാ കൃഷ്ണനായിട്ട് അവതരിക്കുന്നു. ഈ സത്യത്തെ ആശ്രയിക്കൂ, ഈ കൃഷ്ണനെ ആശ്രയിക്കൂ എന്ന് കാണിക്കുകയാണ്. കേമായിട്ട് ആ ബ്രഹ്മദേവനും പരമശിവനും ദാ ഈ അമ്മയെ സ്തുതിക്കുകയാണ്. അല്ലയോ ദേവകി, നീ എത്ര ഭാഗ്യവതി, നീ ഭഗവാനെ ഗർഭത്തിൽ ധരിക്കാൻ സാധിച്ചില്ലേ, നീ ഭാഗ്യവതിയല്ലേ എന്ന് പറഞ്ഞ് ആ അമ്മയെയും ദിഷ്ട്യാംബതേ കുക്ഷികത പരപ്പുമാനംശേന സാക്ഷാത് ഭഗവാൻ ഭവായനഃ. ഈ ലോകത്തെ മുഴുവൻ കാത്തു രക്ഷിക്കുന്ന ആ ഭഗവാനെ ഗർഭത്തിൽ ധരിക്കാൻ സാധിച്ച നീ ഭാഗ്യവതി ഭാഗ്യവതി എന്ന് ബ്രഹ്മാവും
പരമശിവനൊക്കെ പ്രാർത്ഥിക്കുന്നു. ദേവന്മാരൊക്കെ സ്തുതിച്ച് തിരിച്ചുപോയി. ബ്രഹ്മദേവനും പരമശിവനും അവിടെ നിന്നു. കാരണം ബ്രഹ്മദേവനും ശിവനും വിഷ്ണുവും ഒക്കെ ഒന്ന് തന്നെയാണ്, പലതല്ല. അവരുടെ സാന്നിധ്യത്തിൽ വേണം ഭഗവാന് വരാൻ. അതുകൊണ്ട് ബ്രഹ്മദേവനും പരമശിവനും അവിടെ നിന്നു. ശ്രാവണമാസം ശിവൻ്റെ പക്ഷമാണ് അഷ്ടമി. അങ്ങനെ ശിവൻ്റെ പക്ഷം അഷ്ടമി, ബ്രഹ്മദേവൻ്റെ നാളാണ് രോഹിണി. രണ്ടുപേരുടെയും സാന്നിധ്യം കാണിക്കാൻ അഷ്ടമി രോഹിണി നാളിൽ ഭഗവാൻ അവതരിക്കുകയാണ്. അഥാ സർവഗുണോപേതകാലഃ. അഥ എന്നാണ് ആരംഭിക്കുന്നത്. അധശബ്ദം മംഗളത്തെ സൂചിപ്പിക്കുകയാണ്. അധശബ്ദം ഓം ശബ്ദം ശ്രീ, ഇതൊക്കെ മംഗളത്തെ സൂചിപ്പിക്കുകയാണ്. മംഗളം വരികയായി, ആനന്ദം വരികയായി എന്ന് കാണിക്കുകയാണ്. ആനന്ദരൂപ ഭഗവൻ ഐതേവതാരേ എന്ന് പട്ടേരി. ആനന്ദ സ്വരൂപനാണ് ഇതായി വരാൻ പോണത്. ആകാശത്ത് കുറച്ച് നേരമായിട്ടൊരു ചെറിയൊരു മേഘം അങ്ങനെ പാറി നടക്കണുണ്ട്. ഒരു മേഘത്തിൻ്റെ കഷ്ണം അതങ്ങനെ പാറി നടക്കണുണ്ട്. അത് പറയണത് എൻ്റെ നിറത്തോട് കൂടിയ നീലമേഘശ്യാമളൻ വരികയായി, നീലമേഘശ്യാമളൻ വരികയായി എന്നങ്ങനെ പറയുകയാണോന്ന് തോന്നും. അഥ സർവഗുണോപേതകാലഃ പരമശോഭനഃ യർഹ്യേവാജനജന്മരക്ഷം ശാന്തർക്ഷഗ്രഹ താരകം. ഗ്രഹങ്ങളും നക്ഷത്രങ്ങളൊക്കെ അങ്ങനെ പ്രകാശിച്ചു. ആകാശം നോക്കിക്കഴിഞ്ഞാൽ നീലപ്പരവതാനി വിരിച്ച് നക്ഷത്രങ്ങളാകുന്ന നിലവിളക്കുകൾ കത്തിച്ചു വെച്ച് ഈ ഭൂമിദേവി ഭഗവാനെ വരവേൽക്കാൻ കാത്തു നിൽക്കുകയാണോ തോന്നും. വൃക്ഷങ്ങളൊക്കെ അങ്ങനെ പൂത്തു നിൽക്കുകയാണ്, താലപ്പൊലിയൊക്കെയായിട്ട് നിൽക്കുന്നത് പോലെ തോന്നും വൃക്ഷങ്ങൾ കണ്ടാൽ. അവർക്കൊക്കെ ആഘോഷമാണ്. ഭഗവാൻ വരികയായി, ഭഗവാൻ വരികയായി എന്ന് അവരങ്ങനെ വിളിച്ച് പറയാണോ തോന്നും. ദിശപ്രസേ ദുർഗഗനം നിർമ്മലോട് ഗണോദയം മഹീമംഗളഭൂയിഷ്ടപുരഗ്രാമവ്രജാകര. നദ്യപ്രസന്ന സലില. നദികളൊക്കെ അങ്ങനെ സ്വച്ഛമായിട്ട് ഒഴുകുന്നു. സജ്ജനങ്ങളുടെ മനസ്സ് പോലെ ശുദ്ധമായ ജലാശയം അതങ്ങനെ ഒഴുകുകയാണ്. ദ്വിജാളികുല സന്നാദസ്തഭഗാവനരാജയ. മഹർഷീശ്വരന്മാരൊക്കെ ധ്യാനം നിർത്തി. ഇനി നമ്മൾ എന്തിനീ മൂക്ക് പിടിച്ച് ധ്യാനിച്ച് നിൽക്കുന്നു? നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന ആ പരമതത്വം വൃന്ദാവനത്തിലേക്ക് വരുന്നു, ഗോകുലത്തിലേക്ക് വരുന്നു. ഇനി ആ ഓടക്കോളും കയ്യിൽ പിടിച്ച് കാലിയെ മേച്ച് നടക്കുന്നത് കാണാം, മയിൽപ്പീലിയും ചൂടിയിട്ട്. അതുകൊണ്ട് ഇവരൊക്കെ നിർത്തി. അവരൊക്കെ വണ്ടുകളായിട്ട് വന്ന് ഭഗവാന്റെ ആ പാട്ടുകൾ പാടുകയാണ്, കീർത്തനങ്ങൾ പാടുകയാണ്. ദ്വിജാളി കുലസന്നാദസ്തഭഗ വനരാജയ വവൗ വായു സുഖസ്പർശ പുണ്യഗന്ധവഹ ശുചി. കാറ്റങ്ങനെ വീശുകയാണ്, മന്ദമാരുതൻ അങ്ങനെ വീശുന്നു സുഗന്ധം പേറിക്കൊണ്ട്. പുഷ്പങ്ങളുടെ പൂത്തു നിൽക്കുന്ന പുഷ്പങ്ങളുടെ സുഗന്ധം പേറിക്കൊണ്ട് അവിടെ അങ്ങനെ മന്ദമാരുതൻ വീശുകയാണ്. എല്ലാ ദേവന്മാരും ഭഗവാന് കൈങ്കര്യം ചെയ്യാണ്. ഭഗവാൻ വരുമല്ലേ, അതിൻ്റെ ഒരുക്കങ്ങളാണ്. കാളിന്തി ലേശം ജലവും എടുത്തിട്ട് സ്പ്രേ ചെയ്യാണ് ആര്? ഈ വായുദേവൻ. ഇതാണ് മനാംസ്യാസൻ പ്രസന്നാനി സാധൂനാമസുരദ്രുഹാം ജായമാനേ ജനേ തസ്മിന്നേതുഹു ദുന്ദുഭയോ ദിവി. ആകാശത്ത് ഇടിമുഴക്കം. ഭഗവാൻ വരുമ്പം പക്കമേളം വേണ്ടേ, തകില് നാദസുരൊക്കെ വേണ്ടേ? അതൊക്കെ അവിടെ നടക്കുകയാണ്. ഭഗവാൻ വരികയായി എന്ന് കാണിക്കുന്നു. മയില് പീലി ഇവിടത്തെ നൃത്തം വെക്കുന്നു. കാരണം എന്താ? അതിന് സന്തോഷമാണ്. കാരണം തൻ്റെ പീലിയല്ലേ ഭഗവാൻ ശിരസിൽ ധരിക്കണത്. അതുകൊണ്ട് മയില് പീലി വിടർത്തി നൃത്തം വയ്ക്കുന്നു. അർദ്ധരാത്രി സമയമാണ്. അർദ്ധരാത്രി സമയം. ഒരിക്കലും അർദ്ധരാത്രി സമയത്ത് താമര വിടരില്ല. സൂര്യൻ്റെ സാന്നിധ്യത്തിലേ താമര വിടരുള്ളൂ. ഇപ്പം ചന്ദ്രനാണുള്ളത്. ചന്ദ്രൻ അങ്ങനെ പൂർണ്ണനായിട്ട് പ്രകാശിക്കുന്നുണ്ട്. എന്തേ കാരണം? എന്തേ ചന്ദ്രൻ പൂർണ്ണനായിട്ട് പ്രകാശിക്കണത്? കാരണം ചന്ദ്രന് വലിയ സന്തോഷമാണ്. കാരണം ഭഗവാൻ തൻ്റെ വംശത്തിൽ വന്ന് പറഞ്ഞില്ലേ, ചന്ദ്രവംശത്തിൽ വന്ന് പറഞ്ഞില്ലേ. കൃഷ്ണൻ ഏത് വംശത്തിലാ? ചന്ദ്രവംശം എന്നല്ലേ പറയുക. അതുകൊണ്ട് ചന്ദ്രൻ ഒട്ടും കുറവ് വേണ്ട കരുതി പൂർണ്ണനായിട്ട് പ്രകാശിക്കുന്നു. തൻ്റെ പേരക്കുട്ടിയുടെ ആ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് അങ്ങനെ വസ്ത്രം തട്ടുടുത്ത് അങ്ങനെ മുതുമുത്തശ്ശൻ നിൽക്കുന്നത് പോലെ അങ്ങനെ നിൽക്കുകയാണ് ആര്? ശുദ്ധനായും കൊണ്ട് ഈ ചന്ദ്രൻ. പൂർണ്ണ ബ്രഹ്മം പൂർണ്ണ ചന്ദ്രൻ. അതാണ് ആ ചന്ദ്രൻ്റെ പ്രത്യേകത. അങ്ങനെ ചന്ദ്രൻ നിൽക്കണു. ആ ചന്ദ്രൻ നിൽക്കുമ്പോൾ ഈ ഇവിടെ താമര വിടരുന്നുണ്ട്. അർദ്ധരാത്രി സമയത്ത് താമര വിടരില്ല. സൂര്യൻ്റെ സാന്നിധ്യത്തിൽ മാത്രമേ വിടരാറുള്ളൂ. പക്ഷേ ഇവിടെ താമര വിടർന്നു. എന്തേ കാരണം? ഇനി ഭഗവാനെ വിശേഷിപ്പിക്കുക എങ്ങനെയാ? താമര പോലുള്ള കണ്ണ്, താമര പോലുള്ള ചെവി, താമര പോലുള്ള ചുണ്ട്, താമര പോലുള്ള മുഖം, അങ്ങനെയല്ലേ പറയാ? നമ പങ്കജനാഭായ നമ പങ്കജമാലിനേ നമ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഘ്രയേ. തൻ്റെ പേരായിട്ടാണ് വിശേഷിപ്പിക്കുന്നത്. അങ്ങനെ ഇരിക്കെ ഈ ഭഗവാന്റെ അവതാര സമയത്ത് വിടർന്നില്ലെങ്കിൽ പിന്നെ എന്ന് വിടരാനാ? അതുകൊണ്ട് സൂര്യനുണ്ടോ എന്ന് നോക്കിയില്ല, താമര ഇങ്ങോട്ട് വിടർന്നു. ഇങ്ങനെ എല്ലാവരും ഭഗവാന് കൈങ്കര്യം ചെയ്യുന്നു. മന്ദം മന്ദം ജലധര. ആകാശത്ത് നിന്ന് ചെറുതായിട്ട് അങ്ങനെ മഴ പെയ്യുന്നുണ്ട്. വലിയ മഴയല്ല, ചെറിയൊരു മഴ. ഏതുപോലെ ഭഗവാന്റെ സ്വഭാവം അങ്ങനെ തന്നെയാണ്. പലതരത്തിലുള്ള വിഷമങ്ങളെ കൊണ്ട് നീറി പുകയുന്ന നമ്മുടെ ഹൃദയത്തിലേക്ക് കാരുണ്യവർഷം അതാണ്. അത് ചൊരിയുക. അത് കാണിക്കാനാണോ നിശ്ചല്യ? മെല്ലെ മെല്ലെ ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്. മന്ദം മന്ദം ജലധര
ജഗർജുരനുസാഗരം നിശീഥേ തമ ഉദ്ഭൂതേ. ആ കൂരിട്ട് മുഴുവൻ ഇല്ലാണ്ടിയാക്കിയും കൊണ്ട് ദാക്ഷണാകുന്ന ചന്ദ്രൻ ഉദിക്കുന്നു. ദേവക്യാം ദേവരൂപിണ്യാം വിഷ്ണു സർവഗുഹാശയ ആവിരാസീത് യഥാ പ്രാച്യാം ദിശി ഇന്ദുരിവ പുഷ്കല. കിഴക്ക് ഭാഗത്ത് ചന്ദ്രൻ ഉദിക്കും പോലെ ഈ കൃഷ്ണചന്ദ്രൻ അങ്ങോട്ട് ഉദിച്ചു. തമത്ഭുതം ബാലകം, വ്യാസർക്ക് വാക്ക് കിട്ടണില്ല. തമത്ഭുതം ബാലകം അംബുജേക്ഷണം, അത്ഭുത ബാലനാണ്. മുൻകൂർ ജാമ്യം എടുക്കുകയാണ്. കാരണം ഇനി മുതൽ നാളെ കഥകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് സംശയം തോന്നും. 7 വയസ്സ് ബാലൻ വലിയൊരു പർവ്വതം കയ്യിലെടുക്കേ, 7 വയസ്സ് ബാലൻ ആ കാളിയന്റെ ശിരസിൽ നൃത്തം വയ്ക്കേ. സംശയിക്കണ്ട, അത്ഭുതം ബാലകം. സാധാരണ കുട്ടിയല്ല, അത്ഭുത കുട്ടിയാണ്. ഇതാണ് അത്ഭുതം ബാലകം. ഈ ലോകത്തുള്ളതൊക്കെ ബ്രഹ്മദേവന്റെ സൃഷ്ടിയാണ്. എന്നാൽ ഇത് ബ്രഹ്മദേവന്റെ സൃഷ്ടിയല്ല എന്ന് കാണിക്കാൻ അത്ഭുതം ബാലകം. ഇത് ബ്രഹ്മദേവനെ തന്നെ സൃഷ്ടിച്ച ആളാണ്. അതുകൊണ്ട് അത്ഭുതം ബാലകം. ജനിക്കുമ്പോൾ തന്നെ ശംഖ് ചക്രം ഗദാപത്മം കയ്യിൽ. അത്ഭുതം ബാലകം. മഞ്ഞപ്പട്ടെടുത്തും കൊണ്ട് ഗോപിക്കുറി ചാർത്തി കുണ്ടലങ്ങൾ ധരിച്ചും കൊണ്ട് അത്ഭുതം ബാലകം. ശ്രീവത്സം എന്ന മറുക്, കൗസ്തുഭം എന്ന രത്നം, അത്ഭുതം ബാലകം. ഒരു കുഞ്ഞി ശംഖ്, ഒരു കുഞ്ഞി ചക്രം, ഒരു കുഞ്ഞി ഗദ, ഒരു കുഞ്ഞി താമര, ഒരു കുഞ്ഞി ബാലൻ നല്ല കീടൊക്കെ ധരിച്ച് സുന്ദര കുട്ടപ്പനായി ഫുൾ മേക്കപ്പോട് കൂടി അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കുക. എന്തിനും ഇങ്ങനെ വന്നു? അമ്മ കാണട്ടെ. ഇങ്ങനെ ഇനി അമ്മ കാണില്ല, കാരണം എന്നെ കൊണ്ടുപോവുകയാണേ. ഇനി യശോദയാണ് എന്നെ കാണുക. അതുകൊണ്ട് അമ്മ ഒന്ന് കണ്ടോട്ടെ എന്ന് കരുതി ഭഗവാൻ അങ്ങനെ ഫുൾ മേക്കപ്പിൽ അങ്ങനെ നിൽക്കുകയാണ്. ശ്രീവത്സലക്ഷ്മം ഗളശോഭി കൗസ്തുഭം. ആ കൗസ്തുഭരത്നം കഴുത്തിലുള്ളത് കൊണ്ട് ഭഗവാന് ഭംഗി കൂടി എന്നല്ല പറഞ്ഞത്. പിന്നെയോ കൗസ്തുഭരത്നത്തിന്റെ ഭാഗ്യം ഭഗവാന്റെ കഴുത്തിൽ കിടക്കാൻ സാധിച്ചതുകൊണ്ട് അതിന് ഭംഗി കൂടി. പീതാംബരം, മിന്നൽ പോലും തോറ്റുപോകും. എന്തൊരു തിളക്കം ആ പട്ടിന്, മഞ്ഞപ്പട്ട്. സാന്ദ്രപയോദ സൗഭഗം മഹാർഹ വൈഡൂര്യ കിരീട കുണ്ടലത്യുഷാ പരിഷ്വക്ത സഹസ്രകുന്തളം ഉദ്ദാമകാഞ്ച്യംഗത കങ്കണാദിഭിർവിരോചമാനം വസുദേവ ഐക്ഷത. വസുദേവര് കണ്ടു ആ മനോഹര രൂപം, ആ പാദാദികേശം വസുദേവർ ശ്രദ്ധിച്ചങ്ങോട്ട് കണ്ടു. ആ ഹൃദയത്തിലേക്ക് അങ്ങോട്ട് എടുത്തു ഭഗവാന്റെ ആ രൂപം. ആ ചുവന്ന ഉള്ളങ്കാല്, നീല നിറത്തിലുള്ള പുറങ്കാല്, 10 ചന്ദ്രന്മാർ ഒരുമിച്ചുദിച്ചതുപോലെ അങ്ങനെയുള്ള ചന്ദ്രകിരണങ്ങൾ പൊഴിക്കുന്ന ഭഗവാന്റെ തിരുനഖങ്ങൾ. 10 ചന്ദ്രന്മാർ ഭഗവാന്റെ പാദത്തെ ആശ്രയിച്ച് അങ്ങനെ ഇരിക്കുകയാണോ തോന്നും ആ നഖങ്ങൾ കണ്ടാൽ. മനോഹരമായിട്ടുള്ള ആ പൊൻചിലമ്പ്, അതിൻ്റെ ആ ശബ്ദം, പദഭജനം ശ്രേയ. പട്ടേരി പറയും, എന്താ ഈ പൊൻചിലമ്പ് ശബ്ദിക്കണമെന്ന് ഇഷ്ടമുണ്ടോ? നമ്മളൊക്കെ ലോകത്ത് ശ്രേയസ്സല്ലേ ആഗ്രഹിക്കണത്. നേരെയാവണം, സമാധാനമാവണം, കൃതാർത്ഥരാവണം, ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ടിരിക്കണം, സ്വസ്ഥാവണം, ഇതല്ലേ ആഗ്രഹം. അങ്ങനെയാണെങ്കിൽ പദഭജനം ശ്രേയ. ഇതാണ് ശ്രേയസ്സിനുള്ള വഴി. ഞാൻ ആശ്രയിച്ചതുപോലെ ഭഗവാന്റെ പാദത്തെ ആശ്രയിക്കൂ എന്ന് വിളിച്ച് പറയാണ് ആര്? ആ പൊൻചിലമ്പ്. അങ്ങനെയുള്ള ആ പൊൻചിലമ്പ്, ഭഗവാന്റെ ആ കാൽമുട്ടുകൾ, സ്വർണ്ണ ചെപ്പോടം കമഴ്ത്തി വെച്ചതുപോലെ ശോഭിക്കുന്ന കാൽമുട്ടുകൾ, പുരുഷാർത്ഥങ്ങളെ മൂടി വെച്ച ചെപ്പാണോ തോന്നും ഭഗവാന്റെ ആ കാൽമുട്ടുകൾ കണ്ടാൽ. അങ്ങനെയുള്ള ആ കാൽമുട്ടുകൾ, മനോഹരമായിട്ടുള്ള ആ ഭഗവാന്റെ മഞ്ഞപ്പട്ട്, ആ അരയിലണിഞ്ഞ അരഞ്ഞാണം, മനോഹരമായിട്ടുള്ള ഉദരം, ഭഗവാന്റെ ആ പക്ഷസ്ഥലം, അതിൽ ശോഭിക്കുന്ന ശ്രീവത്സം എന്ന മറുക്, വലംപിരി ശംഖം പോലുള്ള ഭഗവാന്റെ കഴുത്ത്, അതിലിറുകി നിൽക്കുന്ന കൗസ്തുഭരത്നം, കഴുത്തിലണിഞ്ഞ മുത്തുമാല, തുളസിമാല, വനമാല, രത്നമാല, 4 കൈകൾ, തോൾവളകൾ, കയ്യിലണിഞ്ഞ വളകൾ, വിരലുകൾ, പിഞ്ചു വിരലുകൾ, അതിലണിഞ്ഞ മോതിരങ്ങൾ, ഭഗവാന്റെ തിരുനഖങ്ങളുടെ തിളക്കം, ശംഖ്, ചക്രം, ഗദ, പത്മം, ഭഗവാന്റെ ആ കവിൾത്തടം, അതങ്ങനെ ശോഭിക്കുന്നു. ചെവിയിലുള്ള കുണ്ടലങ്ങൾ, മകരമത്സ്യത്തിൻ്റെ ആകൃതിയിലുള്ള ആ കുണ്ടലങ്ങളുടെ പ്രഭ കൊണ്ട് ഭഗവാന്റെ കവിൾത്തടം അങ്ങനെ ശോഭിക്കുകയാണ്. മനോഹരമായിട്ടുള്ള ഭഗവാന്റെ ആ ചുണ്ട്, പവിഴം പോലുള്ള ഭഗവാന്റെ ചുണ്ട്, ആ മുത്ത് പല്ല്, ഭഗവാന്റെ തിരുനാസിക, ആ നീട്ടിവരച്ച ആ പുരികം, കറുത്തിരുണ്ട പുരികക്കൊടി, കാരുണ്യം വഴിഞ്ഞൊഴുകുന്ന ഭഗവാന്റെ ആ കണ്ണുകൾ, നെറ്റിത്തടം, അതിൽ നീട്ടിവരച്ച ഗോപിക്കുറി, അതിൻ്റെ മുകളിലായിട്ട് ഭഗവാന്റെ ആ തിരുമുടി, സുഗന്ധതൈലമൊക്കെ ഇട്ട് തടവിയ മനോഹരമായിട്ടുള്ള ഇടതൂർന്ന ചുരുണ്ട മുടി, അതിൽ ചാർത്തിയ മയിൽപ്പീലി. ഈ ഭഗവാനെ ആശ്രയിക്കൂ. ഈ ഭഗവാന്റെ പാദം സ്മരിക്കാൻ സാധിച്ചാൽ അവർ ധന്യർ. നമുക്കും ഈ ഭഗവാനെ ആശ്രയിക്കാം, വസുദേവരെ ആശ്രയിച്ചതുപോലെ.